ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BEVA E181 എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള മേജർ ഇക്കോസിസ്റ്റം. ഓക്കെ, അതിൽ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. ഓക്കെ, ദ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം ഈസ് ഫൗണ്ട് where rainfall is about 25 to 75 centimeter per year, not enough to support a forest but more than that of a true desert. ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ റെയിൻഫാൾ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോറസ്റ്റിന് അത്രത്തോളം തന്നെ കിട്ടുന്നില്ല, എന്നാലോ ഡെസേർട്ടിനേക്കാളും മെച്ചത്തിലാണ് ഈ ഒരു ഗ്രാസ് ലാൻഡിൽ റെയിൻഫാൾ ലഭിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയിൽ സാധാരണയായി കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് സാധാരണ പുൽമേടുകൾ. അതുപോലെ തന്നെ പുല്ലിൻ്റെ പാളി വിരളമാണ്. ഓക്കെ, പ്രധാനമായും വാർഷിക പുല്ലിനങ്ങളാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്സ് ആൻഡ് സേവനാസ് ഈസ് ദറ്റ് ഓൾ ദ ഫോറേജ് ഇൻ ദ സ്റ്റെപ്പ് ഈസ് പ്രൊവൈഡഡ് ഓൺലി ഡ്യൂറിങ് ദ ബ്രീഫ് വെറ്റ് സീസൺ, whereas in the savanna forage is largely from grasses that not only grow during the wet season but also have a smaller amount of regrowth in the dry season also. Okay, സ്റ്റെപ്സ് ഗ്രാസ് ലാൻഡും ഉണ്ട്, സേവനാസ് ഗ്രാസ് ലാൻഡും ഉണ്ട്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഗ്രാസ് ലാൻഡിൽ വെറ്റ് സീസണിൽ മാത്രമേ ഈ പുല്ലുകൾ വളരുന്നുള്ളൂ, ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷേ സേവന ഗ്രാസ് ലാൻഡിൻ്റെ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് the grasses that not only grow during the wet season but also have a smaller amount of regrowth in the dry season also. അപ്പോൾ സേവനയിലാണെങ്കിൽ ഈ ഒരു വെറ്റ് സീസണിൽ മാത്രമല്ല ഗ്രാസസ് ഗ്രോ ചെയ്യുന്നത്, റീഗ്രോത്ത് ഡ്രൈ സീസണിൽ സ്മാളർ എമൗണ്ട് ഓഫ് റീഗ്രോത്ത് നടക്കുന്നുണ്ട്. അതാണ് മേജർ ഡിഫറൻസ്. സ്റ്റെപ്സ് ആൻഡ് സേവനാസ് തമ്മിൽ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്സിൽ എന്താണ്, വെറ്റ് സീസണിൽ മാത്രമേ ഗ്രോ നടക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ വരണ്ട കാലാവസ്ഥയിൽ അല്ലെങ്കിൽ വരണ്ടതും അതുപോലെ തന്നെ അർദ്ധ വരണ്ടതുമായ കാലാവസ്ഥകളിലൊക്കെ ഓരോ വർഷവും ജൂൺ അല്ലെങ്കിൽ ജൂലൈ ഒക്കെ തുടക്കത്തിൽ മൺസൂൺ വരുമല്ലോ, മൺസൂൺ സീസൺ വരുമല്ലോ, മൺസൂൺ റെയിൻഫാൾ. ഓക്കെ, അത് ലഭിക്കുന്നത് കൊണ്ട് സസ്യങ്ങളുടെയൊക്കെ സജീവ വളർച്ച തുടങ്ങും. ഓക്കെ, അതുപോലെ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ബയോമാസ് അതിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്ക് വർദ്ധിക്കും. ഓക്കെ, ഇനിയോ നവംബർ പൂർത്തിയാകുന്നതോടെ എന്താണ്, ഈ കായ്ക്കുന്നതൊക്കെ കായ്ക്കും. ഇനി തുടർന്ന് പിന്നെ അത് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങനെ പോകുമ്പോഴും അത് വരണ്ടു പോകും, ആ സസ്യങ്ങളൊക്കെ വരണ്ടു പോകും. In subtropical parts of India which receive winter rains, there is usually a second flux of growth in December and January. അപ്പോൾ ഇൻ സബ് ട്രോപ്പിക്കൽ പാർട്സ് ഓഫ് ഇന്ത്യയുടെ സബ് ട്രോപ്പിക്കൽ പാർട്സിലൊക്കെ വിൻ്റർ റെയിൻ ലഭിക്കും. ഒരു ഡിസംബർ ജനുവരി മാസത്തിൽ ഒരു ഇടമഴ ലഭിക്കുമല്ലോ, ആ ടൈമിൽ രണ്ടാമതും വളർച്ച തുടങ്ങും. ഓക്കെ, ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇന്ത്യ വിത്ത് ജസ്റ്റ് 2.4% ഓഫ് ദ ടോട്ടൽ ലാൻഡ് ഏരിയ ഓഫ് ദ വേൾഡ് സപ്പോർട്ട്സ് മോർ ദാൻ ഹാഫ് ഓഫ് ദി ബഫലോസ്. ലോകത്തിൻ്റെ മൊത്തം ലാൻഡ് ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കുള്ളത് 2.4% ലാൻഡ് ഏരിയ ആണുള്ളത്. അപ്പോൾ ലോകത്തിൽ മൊത്തമായിട്ടുള്ള ബഫലോസിൻ്റെ ഹാഫ് ഓഫ് ദം ആർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ഹാഫ് ഓഫ് ദ ബഫലോസ് ഉള്ളത്. അതുപോലെ തന്നെ 15% കാറ്റിൽ ഇവിടെയാണുള്ളത്, കന്നുകാലികൾ ഇന്ത്യയിലാണുള്ളത്, 15% ഗോഡ്സ് ഇന്ത്യയിലാണുള്ളത്, 4% ഓഫ് ഷീപ്പും ഇന്ത്യയിലാണുള്ളത്. ദ ലൈഫ് സ്റ്റോക്ക് വെൽത്ത് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇന്ത്യൻ ലൈഫ്. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഫ്യൂവൽ, ഡോട്ട് പവർ, ന്യൂട്രീഷൻ, റോ മെറ്റീരിയൽ ഫോർ വില്ലേജ് ഇൻഡസ്ട്രീസ്. അപ്പോൾ എന്താണ്, ഈ ഗ്രാമ വ്യവസായങ്ങൾക്കുള്ള ഇന്ധനം, വൈദ്യുതി, പോഷകാഹാരം, അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെയൊക്കെ പ്രധാന ഉറവിടമാണിത്. ഓക്കെ, ഇനി പറയുന്നത് കുതിര, കോവർ കഴുത, പശു, പന്നി, ആട്, ചെമ്മരിയാട്, എരുമ, ഒട്ടകം, മാൻ, ഇവയൊക്കെ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലുള്ള ആനിമൽസ് ആണ്. പക്ഷെ ഇവരെ കൊണ്ടൊക്കെ ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇവ എന്താണ്, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബീങ്സിന് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വൂള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോ ട്രാൻസ്പോർട്ടേഷൻ ടു ഹ്യൂമൻസ്, ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ ലൈഫ് സ്റ്റോക്ക് വെൽത്ത് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇന്ത്യൻ ലൈഫ്. നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ ലൈഫിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജീവിതത്തിൽ കന്നുകാലി സമ്പത്ത് നിർണായക പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഈ ആനിമൽസിനെ കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങളുണ്ടെങ്കിലും ഓവർ ഗ്രേസിങ് ഹാസ് ഹാംഫുൾ ഇക്കോളജിക്കൽ ഇഫക്റ്റ്. ഓവർ ഗ്രേസിങ് എന്താണ്,
ഈ ഹാംഫുൾ ആയിട്ടുള്ള ഇക്കോളജിക്കൽ ഇഫക്റ്റാണ്. ദ മൾച്ച് കവർ ഓഫ് ദ സോയിൽ ഈസ് റെഡ്യൂസ്ഡ്. സോയിലിൻ്റെ മൾച്ച് കവർ റെഡ്യൂസ് ചെയ്യും, മൈക്രോ ക്ലൈമറ്റ് ബിക്കം ഡ്രയർ ആവും. അതുപോലെ തന്നെ സീറോഫൈറ്റിക് പ്ലാന്റ്സ് ഈ ഒരു സ്ഥലം, ഈ ഒരു ഏരിയ മൊത്തമായിട്ട് ആക്രമിക്കും. Due to absence of humus cover, mineral soil surface is heavily trampled when wetness produces puddling of the surface layer, which in turn reduces the infiltration of water into the soil and accelerates its turn off. ഹ്യൂമസ് കുറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫെർട്ടിലിറ്റി കുറയും. ഒരു സോയിലിൻ്റെ ഹ്യൂമസ് കുറവാണെങ്കിൽ എന്താണ് അവിടെ ഫെർട്ടിലിറ്റി കുറയും. മിനറൽ സോയിൽ സർഫേസ് ഇസ് ഹെവിലി ട്രംബിൾഡ് വെൻ വെറ്റ്നസ് പ്രൊഡ്യൂസസ് പുള്ളിങ്. ഇത് ഹ്യൂമസ് കവറിൻ്റെ അഭാവം മൂലം എന്ത് ചെയ്യും, നനവ് ഉപരിതല പാളിയുടെ പുഡിങ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മിനറൽസ് മണ്ണിൻ്റെ ഉപരിതലത്തെ വളരെയധികം ചവിട്ടി മതിക്കുന്നു. ഇത് മണ്ണിലേക്ക് വെള്ളം കയറുന്നത് കുറയ്ക്കുകയും അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം പുൽമേടുകൾ അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്. ഈ ഓവർ ഗ്രേസിങ് കൊണ്ട് വരുന്ന ഇഫക്ട്സ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലുള്ളത്. ഇനി നെക്സ്റ്റ് ഡെസേർട്ട് ഇക്കോസിസ്റ്റമാണ്. Are formed in regions with less than 25 cm of annual rainfall or sometimes in hot regions where there is more rainfall but unevenly distributed. അപ്പോൾ ഡെസേർട്ടിൽ റെയിൻഫാൾ 25 സെൻറ്റിമീറ്ററിൻ്റെ അടിയിലേക്കാണ്. ചിലപ്പോൾ ഹോട്ട് റീജിയൻസ് ആയിരിക്കും, ഹെവി റെയിൻഫാളൊക്കെ ലഭിക്കുന്നുണ്ട്, പക്ഷേ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇൻ ദ ആനുവൽ സൈക്കിളിൽ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതുപോലെ ഡെസേർട്ട്സ് ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ഓഫൺ ലൈ ഇൻ റെയിൻ ഷാഡോസ്, ദാറ്റ് ഈസ് where high mountains block off moisture from the sea. അപ്പോൾ ഈ പ്രദേശങ്ങൾ, മരുഭൂമികൾ പലപ്പോഴും നിയലുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഉയർന്ന പർവ്വതങ്ങൾ കടലിൽ നിന്നുള്ള ഈർപ്പം മോയ്സ്ചർ തടയും. ഓക്കെ, ഈ പ്രദേശങ്ങളിൽ തുച്ഛമായ മഴയാണ് ലഭിക്കുക. പിന്നെയോ കുറഞ്ഞ മഴയോടൊപ്പം തന്നെ ടെമ്പറേച്ചറിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫുകളിൽ പറയുന്നത് ഡെസേർട്ടിലുള്ള വെജിറ്റേഷനാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ പ്ലാന്റ്സ്. ദ പെരനിയൽ പ്ലാന്റ് സ്പീഷീസ് ലൈക്ക് ക്രിയോസ്റ്റോ ബുഷ് ലാറിയ, ഓഗം പൈപ്പ് കാക്ടസ്, ഫെറോ കാക്ടസ് ആൻഡ് സ്പ്യൂക്സ് യൂഫോർബിയ ആർ സ്കാറ്റഡ് ത്രൂ ഔട്ട് ദ ഡെസേർട്ട് ഇക്കോസിസ്റ്റം. ഈ പറഞ്ഞിട്ടുള്ള ക്രിയോസ്റ്റോ ബുഷ് ലാറിയ അങ്ങനത്തെ ഈ പറയുന്ന ചെടികളൊക്കെ അങ്ങിങ്ങുമായിട്ട് നമ്മുടെ ഡെസേർട്ട് ഇക്കോസിസ്റ്റത്തിൽ കിടക്കുന്നുണ്ട്. In shallow depressed areas with salt deposit, Sacrobatus, geesewood, seaweed and salt grasses are common. Okay, the annuals wherever present germinate, bloom and reproduce only during the short rainy season and not in summer and winter. This is an adaptation to desert condition. ഉപ്പ് നിക്ഷേപമുള്ള ആയം കുറഞ്ഞ പ്രദേശങ്ങളിൽ സാർക്കോപെറ്റസ്, ഗീസ്വുഡ്, സ്വീപ്പ് വുഡ്, ഉപ്പുപുല്ലുകൾ എന്നിവയൊക്കെ സാധാരണമാണ്. വേനൽക്കാലത്ത് ശൈത്യകാലത്തൊന്നുമല്ല, മഴക്കാലത്ത് മാത്രമാണ് ഈ വാർഷികങ്ങൾ മുളച്ച് പൂക്കുകയും പുനരുൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് മരുഭൂമിയിലെ അവസ്ഥയ്ക്കുള്ള ഒരു പൊരുത്തപ്പെടൽ. അപ്പോൾ ഈ ചെടികളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി animals such as reptiles and some insects are adapted to the desert because their impervious integuments and dry excretion enable them to get along on the small amount of water. റെപ്റ്റൈൽസ് അല്ലെങ്കിൽ കുറച്ച് ഇൻസെക്ട്സുകൾ, ചില പ്രാണികളൊക്കെ മരുഭൂമിയിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. കാരണം അവയുടെ അദൃശ്യമായ സംയോജനങ്ങളും അതുപോലെ തന്നെ വരണ്ട വിസർജനങ്ങളും ചെറിയ അളവിലുള്ള വെള്ളത്തിൽ സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. ഓക്കെ, ചില എലികൾക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനാണ് പുറന്തള്ളുക. ഓക്കെ, അവർ ടെമ്പറേച്ചർ നിയന്ത്രണത്തിനായി വെള്ളം ഉപയോഗിക്കുകയുമില്ല. മാത്രമല്ല ഇവ കുടിവെള്ളമില്ലാതെ മരുഭൂമിയിൽ താമസിക്കാനും ഇവയ്ക്ക് കഴിയും. അതാണ് ഈ പറഞ്ഞത്. എ ഫ്യൂ സ്പീഷീസ് ഓഫ് നോക്ച്വണൽ റോഡൻസ്, അതാണ് എലികൾ. ഫോർ എക്സാമ്പിൾ എക്സ്ക്രീറ്റ് വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആൻഡ് ഡു നോട്ട് യൂസ് വാട്ടർ ഫോർ ടെമ്പറേച്ചർ റെഗുലേഷൻ ആൻഡ് can live in the desert without drinking water. Other animals such as camel must drink periodically
but are physiologically adapted to withstand tissue dehydration for appreciably long periods of time. അപ്പോൾ നമ്മുടെ ക്യാമലിൻ്റെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ. എങ്ങനെയാണ് ഡെസേർട്ടിൽ ക്യാമൽ ജീവിച്ച് പോകുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പീരിയോഡിക്കലി ആയിട്ട് ക്യാമലിൽ വാട്ടർ വേണം, അത് സ്റ്റോറേജ് ചെയ്യാനുള്ള കഴിവും ക്യാമലിനുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ബിക്കോസ് വാട്ടർ ഇസ് ദ ഡോമിനൻ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എനി ഡെസേർട്ട് ഈസ് ആൾമോസ്റ്റ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ദ റെയിൻഫാൾ. റെയിൻഫാളിനെയാണ് ഏതൊരു ഡെസേർട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. വാട്ടർ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ പോലും വേറൊരു സോഴ്സ് ഒന്നും ഡെസേർട്ടിലില്ല. Where soils are suitable, irrigation can convert deserts into some of our most productive agricultural land. നമുക്ക് വെള്ളം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഡെസേർട്ടിന് എന്താക്കാം, അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കാം. Whether productivity is continuous or in only a temporary bloom depends on how well human is able to stabilize biogeochemical cycles and energy flow at the increased irrigation rates. മരുഭൂമിയിലെ പ്രൊഡക്ടിവിറ്റി അത് സ്റ്റേബിളാക്കാൻ കഴിയണോ അല്ലെങ്കിൽ സ്റ്റേബിളാക്കാൻ കഴിയില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. എത്രത്തോളം മനുഷ്യനെ ഇറിഗേറ്റ് ചെയ്ത് കൊണ്ട് ആ ഒരു പ്രൊഡക്ഷൻ കൊണ്ടുപോകാം, ഡെസേർട്ടിൽ കൊണ്ടുപോകാൻ കഴിയുന്നോ അത്രത്തോളം കൊണ്ടുപോകാം. എവിടെ വെച്ച് അവസാനിപ്പിക്കണം, അവിടെ ഇറിഗേഷൻ പർപ്പസിന് സൗകര്യമില്ലെങ്കിൽ അത് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഒരു അഗ്രികൾച്ചർ ലാൻഡ് ആക്കുക, പ്രൊഡക്റ്റീവ് അഗ്രികൾച്ചർ ലാൻഡ് ആക്കുക എന്ന ഡെസേർട്ടിനെ ആക്കുക എന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പം അത് ഹ്യൂമൻ ബീങ്സിൻ്റെ കഴിവിനനുസരിച്ചായിരിക്കും ഒരു ഡെസേർട്ട് അത് ഒരു അഗ്രികൾച്ചർ ലാൻഡായി മാറുന്നതും മാറാത്തതും. അവിടെ ഇറിഗേഷൻ പർപ്പസിനുള്ള സൗകര്യം ഹ്യൂമൻ ബീങ്സിനുണ്ടെങ്കിൽ അത് പോസിബിൾ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ among reptiles there occur 2 species of testudines, 18 species of lizards and 18 species of snakes. Of the lizards some species like calotes അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവയ്ക്ക് നമ്മുടെ ഡെസേർട്ടിൽ പ്രസൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, among predominant predatory birds are 2 species of vultures, namely white-rumped vulture, white scavenger vulture. ഇവയൊക്കെ നമ്മുടെ ഡെസേർട്ടിൽ പ്രസൻ്റ് ആണ്. The mammalian fauna of Indian deserts includes many species, some of which are rat-tailed bat, longer hedgehog, Indian hairy-footed gerbil, wild boar, jungle cat and panthers. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ആനിമൽസ് ഉണ്ട് ഡെസേർട്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആനിമൽസ് ഉണ്ട്. ജസ്റ്റ് നെയിംസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. MCQ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഡെസേർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ എത്ര ഇമ്പോർട്ടൻറ്റ് പാർട്ടൊന്നും അല്ല ചുരുക്കി പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് കേസ് സ്റ്റഡി ഇന്ത്യൻ ഡെസേർട്ടാണ്. ദ ഇന്ത്യൻ ഡെസേർട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹെവിലി പോപ്പുലേറ്റഡ് ഡെസേർട്ട് റീജിയൻസ് ഓഫ് ദ വേൾഡ്. ഇന്ത്യൻ മരുഭൂമി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 361 തൊട്ട് 17 persons per kilometer ഇൻ ജയ്സ്ലാമർ ഡിസ്ട്രിക്ട്. ജുൻജുനു ടു 17 persons per kilometer സ്ക്വയറിലാണ് കാണുന്നത്. വാരി എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടാം. 361 തൊട്ട് 17 persons per kilometer സ്ക്വയർ. എവിടെ നിന്ന്? ജുൻജുനു ടു ജയ്സ്ലാമർ ഡിസ്ട്രിക്ട്. ഓക്കെ, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് പാറ്റേൺസ് ആർ എൻറ്റയർലി കോമ്പാക്ട് ഓർ എൻറ്റയർലി സ്പ്രെഡ്. ആ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ പിന്നെ എന്ത് ചെയ്തു, ഇനി കൂടി വന്നു. പിന്നെ ഡെസേർട്ടുകൾ വലിയ വലിയ ഗ്രാമങ്ങളായിട്ടും പിന്നെ ചില വലിയ പ്രാദേശിക തലവന്മാർ താമസിക്കുകയും കോട്ടകളൊക്കെ നിർമ്മിക്കുകയും പട്ടണങ്ങളായി വികസിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ പ്രാദേശിക വ്യാപാര കേന്ദ്രങ്ങളായി മാറുകയൊക്കെ ചെയ്തു. ഗ്രാമങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ജനസംഖ്യ കൂടുതലും കാർഷിക ഇടയന്മാരാണ്, മീൻസ് കാർഷിക തൊഴിൽ ചെയ്യുന്നവരാണ്. മരുഭൂമിയിലെ മൊത്തം തൊഴിലാളികൾ 1/3 പേരും കൃഷിയിലും കാർഷിക തൊഴിലുകളിലൊക്കെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തെ അനുബന്ധ തൊഴിലായി പിന്തുടരുന്നുമുണ്ട്. 1956 മുതൽ 1981 വരെ മൊത്തം കന്നുകാലികളുടെ എണ്ണം 9.8 ദശലക്ഷം വർദ്ധിച്ചിട്ടുണ്ട്. 1972 മുതൽ 1983 കാലഘട്ടത്തിൽ കന്നുകാലികളുടെ എണ്ണം 42% വർദ്ധിച്ചിട്ടുണ്ട്. മനുഷ്യരുടെയും കന്നുകാലികളുടെയും ഗണ്യമായ വർധനവ് പ്രകൃതി വിഭവങ്ങളെ അതിവേഗം കുറയ്ക്കുകയുമാണ്. ഓക്കെ, ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. പാരഗ്രാഫ് നിങ്ങൾ ഒഴിവിനനുസരിച്ച് നിങ്ങളിരുന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ടൈപ്പ് നോക്കിയേ. വിച്ച് അനിമൽ ഡ്രിങ്ക് വാട്ടർ പീരിയോഡിക്കലി ആൻഡ് ഈസ് ഫിസിയോളജിക്കലി അഡാപ്റ്റഡ് ടു വിത്ത്സ്റ്റാൻഡ് ടിഷ്യൂ ഡീഹൈഡ്രേഷൻ ഫോർ ലോങ് പീരീഡ്?
ആൻസർ എന്താണ്? ക്യാമലാണ്. കാരണം പീരിയോഡിക്കലായിട്ട് വാട്ടർ കുടിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് എന്ന് പറയുന്നത് ക്യാമലാണ്. നെക്സ്റ്റ്, വിച്ച് ബയോം എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ഹീറ്റ് ആൻഡ് സ്ട്രോങ് വിൻഡ് വിത്ത് എ ഗ്രേറ്റ് ഡിസിക്കേറ്റിംഗ് ആക്ഷൻ ഡ്യൂറിങ് ഏപ്രിൽ ടു ജൂൺ? ആൻസർ എന്താണ്? ബി ആണ്, ഡെസേർട്ട് ബയോമാണ്. വിച്ച് ബയോം എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ഹീറ്റ് ആൻഡ് സ്ട്രോങ് വിൻഡ് വിത്ത് എ ഗ്രേറ്റ് ഡിസിക്കേറ്റിംഗ് ആക്ഷൻ ഡ്യൂറിങ് ഏപ്രിൽ ടു ജൂൺ? തുന്ദ്ര ബയോമല്ല, ഡെസേർട്ട് ബയോമാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓൺ വിച്ച് അനിമൽ കെലോട്ടക്സ് ആൻഡ് യൂറോമസ്റ്റിക്സ് ആർ പ്രിഡേറ്ററി ഇൻ താർ ഡെസേർട്ട്? ഏതാണ്? ഫസ്റ്റ് വൺ ഡെസേർട്ട് ലോക്കസ്റ്റ് ആണ്, അതാണ് ആ ഒരു ആൻസർ വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് ഈ ഒരു ഏരിയ നമ്മുടെ ആനിമൽസ് ഏതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ നിങ്ങൾ, ഓൺ വിച്ച് അനിമൽ കെലോട്ടസ് ആൻഡ് യൂറോമസ്റ്റിക്സ് ആർ പ്രിഡേറ്ററി ഇൻ താർ ഡെസേർട്ട്? അതാണ് ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ എമംഗ് റെപ്റ്റൈൽസ് ദീസ് ഒക്കർ ടു സ്പീഷീസ് ഓഫ് ടെസ്റ്റൂഡിൻസ് എന്ന് പറഞ്ഞ ആ ഒരു പാരഗ്രാഫിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഡെസേർട്ട് ലോക്കസ്റ്റ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ജസ്റ്റ് ഈ അനിമൽസിൻ്റെ പേരുകൾ അതുപോലെ പ്ലാന്റ്സിൻ്റെ പേരുകളൊന്നും ജസ്റ്റ് ഒന്ന് നമുക്ക് വായി കൊള്ളാത്ത പേരുകളാണല്ലോ, അപ്പോൾ അതൊന്ന് ഓർത്തിങ്ങനെ വെക്കുക, കണ്ണിലെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ മൈൻഡിലിങ്ങനെ കൊടുക്കുക ജസ്റ്റ്. നെക്സ്റ്റ് വണ്ണ് അക്വാട്ടിക് ഇക്കോസിസ്റ്റമാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് സർഫസിൽ 3/4 എന്താണ് വാട്ടറാണ്. അതിൽ തന്നെ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് 0.5% ആയിരിക്കും അതിൻ്റെ സാൾട്ട് കണ്ടൻറ്റ്. ഫ്രഷ് വാട്ടറിൽ 0.5% താഴെയാണ് സാൾട്ട് കണ്ടൻറ്റ് ഉണ്ടാവുക. ഇനി സലൈൻ വാട്ടറിലാണെങ്കിലോ 3.5% മേലെയായിരിക്കും, മോർ ദാൻ 3.5% ആയിരിക്കും സാൾട്ട് കണ്ടൻറ്റ് സലൈൻ വാട്ടറിൽ ഉണ്ടാവുക. ഇനി ബ്രാക്കിഷ് വാട്ടർ ആണെങ്കിലോ ഈ ഫ്രഷ് വാട്ടറിൻ്റെയും സലൈൻ വാട്ടറിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും സാൾട്ട് കണ്ടൻറ്റ് ഉണ്ടാവുക. ഓക്കെ, ഈ കാരണം കൊണ്ട് തന്നെ അക്വാട്ടിക് ഇക്കോസിസ്റ്റം 3 ഡിവിഷനായിട്ട് ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് സാൾട്ട് കണ്ടൻറ്റ് ഇൻ ദി വാട്ടർ. ഫസ്റ്റ് വൺ ഫ്രഷ് വാട്ടറാണ്. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം, അതായത് എക്സാമ്പിളായിട്ട് വരുന്നത് ലേക്സ്, പോണ്ട്, പൂള്, സ്പ്രിംഗ്, സ്ട്രീംസ്, റിവേഴ്സ് ഒക്കെയാണ്. സെക്കൻഡ് വൺ മെറൈൻ ഇക്കോസിസ്റ്റം, ഷാലോ സീസും ഓപ്പൺ ഓഷ്യനും. പിന്നെ ബ്രേക്കിഷ് വാട്ടർ, എസ്റ്റുറീസ്, സാൾട്ട് മാർഷസ്, മാൻഗ്രോവ്, സ്വാംസ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ, ഇനി അക്വാട്ടിക് ഓർഗാനിസംസ്. നെക്സ്റ്റ് ടോപ്പിക്. The organisms in the aquatic ecosystem are unevenly distributed but can be classified on the basis of their life form or location into 5 groups as shown in figure 3.3. Okay, the 5 groups are given as under. അടിയിൽ തന്നിട്ടുണ്ട് 5 ഗ്രൂപ്പ്സ് കേട്ടോ. അപ്പോൾ അക്വാട്ടിക് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലുള്ള ഓർഗാനിസംസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? അൺഈവൻലി ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് ഫോം അല്ലെങ്കിൽ ലൊക്കേഷൻ വേർ ഇറ്റ് ഈസ് ലിവ്, എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ലൈഫ് ഫോം കൺസിഡർ ചെയ്തിട്ട് അവയെ 5 ഗ്രൂപ്പായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. താഴെയാണ് അത് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ന്യൂസ്റ്റൺ ആണ്. ദീസ് ആർ അൺഅറ്റാച്ച്ഡ് ഓർഗാനിസം വിച്ച് ലിവ് ഇൻ ദ എയർ വാട്ടർ ഇൻ്റർഫേസ് സച്ച് എസ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, സെവറൽ ടൈപ്സ് ഓഫ് ആനിമൽസ്. ന്യൂസ്റ്റൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പിൽ വരുന്നത് വെച്ചാൽ അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. എയർ വാട്ടർ ഇൻ്റർഫേസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ് അവരുടെ ലൈഫ് ഫോം. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. എയറിൻ്റെയും അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഇൻ്റർഫേസിൽ ഫ്ലോട്ട് ചെയ്ത് കണ്ടാണ് അവർ ജീവിക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സും അതുപോലെ ആനിമൽസൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. അത് ഫിഗർ 3.3 നോക്കൂ, 3.3 നോക്കൂ കേട്ടോ. ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കൂ. ഇനി പറയുന്നത് സം സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ലൈവ്സ് ഓൺ ടോപ്പ് ഓഫ് ദ എയർ വാട്ടർ ഇൻ്റർഫേസ്. ചിലവർ എന്താ ചെയ്യുക, ഈ കൂട്ടത്തിലുള്ള ചിലവർ എയർ വാട്ടർ ഇൻ്റർഫേസിൽ ടോപ്പിൽ എന്തായിരിക്കും അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുക. ചിലരാണെങ്കിലോ വാട്ടറിൻ്റെ അടിയിൽ, ഓക്കെ, ബിനീത്ത് ദ എയർ വാട്ടർ ഇൻ്റർഫേസ്. ഓക്കെ, ആൻഡ് ഒബ്റ്റെയിൻ മോസ്റ്റ് ഓഫ് ദെയർ ഫുഡ് വിത്തിൻ ദ വാട്ടർ. അവരുടെ വാട്ടറിൽ നിന്ന് തന്നെയാണ് അവരുടെ ഫുഡും അവർ എടുക്കുന്നത്. എക്സാമ്പിൾ പറയുന്നത് ബീറ്റിൽസിൻ്റെ ബാക്ക് സ്വിമ്മേഴ്സാണ് എക്സാമ്പിൾ പറയുന്നത്. ന്യൂസ്റ്റണിന് എക്സാമ്പിൾ പറയുന്നത്. ന്യൂസ്റ്റണിൽ വേറെ പോയിൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അത്ര ഓർത്താൽ മതി. അൺഅറ്റാച്ച്ഡ് ഓർഗാനിസം വിച്ച് ലീവ് ഇൻ ദി എയർ വാട്ടർ ഇൻ്റർഫേസ്. എയർ വാട്ടർ ഇൻ്റർഫേസിൻ്റെ ഇടയിൽ ജീവിക്കുന്ന അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ന്യൂസ്റ്റണിൽ എന്ന ഗ്രൂപ്പിൽ പെടുന്നത്. എക്സാമ്പിൾ ബീറ്റിൽസും ബാക്ക് സ്വിമ്മേഴ്സും ആണ്. അവയിൽ ചിലത് ടോപ്പ് ഓഫ് ദി എയർ വാട്ടർ ഇൻ്റർഫേസ്, ചിലവർ
ബിനീത്ത് ദ എയർ വാട്ടർ ഇൻ്റർഫേസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നത് പെരിഫൈറ്റഡ് ആണ്. ദീസ് ആർ ഓർഗാനിസംസ് വിച്ച് റിമെയിൻ അറ്റാച്ച്ഡ് ഓർ ക്ലിങ്ങിങ് to stems and leaves of rooted plants or substances emerging above the bottom mud. അപ്പോൾ നമ്മൾ ആദ്യത്തിൽ എന്താണ് അൺഅറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞത്, പക്ഷേ പെരിഫൈറ്റഡ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ഓർഗാനിസംസ് ആണ്. എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? സ്റ്റെമ്മിലോ ലീവ്സിലോ ഓഫ് റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിലോ ലീവ്സിലോ, അല്ലെങ്കിലോ സബ്സ്റ്റൻസസ് എമേർജിങ് എബോ ദ ബോട്ടം മഡ്, ബോട്ടം മഡിൽ എമേർജ് ചെയ്യുന്ന സബ്സ്റ്റൻസിലൊക്കെ എന്താണ് അറ്റാച്ച് ചെയ്ത ഓർഗാനിസംസിലാണ് പെരിഫൈറ്റഡ് എന്ന ഗ്രൂപ്പിൽ പെടുന്നത്. യൂഷ്വലി സിസൈൽ ആൽഗി ആൻഡ് ദെയർ അസോസിയേറ്റഡ് ഗ്രൂപ്പ് ഓഫ് എനിമൽസ് ഫാൾ ഇൻ ദിസ് ഗ്രൂപ്പ്. എക്സാമ്പിൾ എന്താണ്? സിസൈൽ ആൽഗെ, അവരുടെ ഗ്രൂപ്പൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്നവർ. ഇനി പ്ലാങ്ക്ടൺ. This group includes both microscopic plants, algae, phytoplanktons and animals, primarily crustaceans and protozoa, zooplanktons found in all aquatic ecosystems except certain swift moving water. അപ്പോൾ ഇതിൽ പെടുന്നത് എന്താ? ഒരുപാട് മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സ്, ആൽഗെ, ആനിമൽസ്, സൂ പ്ലാങ്ക്ടൻസ്, അതുപോലെ തന്നെ പ്രോട്ടോസോവാസ്, ഇവയൊക്കെയാണ് ഈ പ്ലാങ്ക്ടണിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇവയുടെ ലോക്കോമോട്ടറി പവർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സോ ദാറ്റ് ദയർ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കൺട്രോൾഡ് ലാർജ്ലി ബൈ കറൻറ്റ് ഇൻ ദി അക്വാട്ടിക് എക്കോസിസ്റ്റം. പക്ഷേ മോസ്റ്റ് എന്താണ് ഫൈറ്റോ പ്ലാങ്ക്ടൻസും അതുപോലെ സൂ പ്ലാങ്ക്ടൻസ് ആർ കേപ്പബിൾ ഹവർ ഓഫ് അറ്റ്ലീസ്റ്റ് സം മൂവ്മെൻറ്റ്. ചെറിയ മൂവ്മെൻറ്റിനൊക്കെ അവർക്ക് കേപ്പബിൾ ആണ് ഫൈറ്റോ പ്ലാങ്ക്ടൻസും സൂവോ പ്ലാങ്ക്ടൻസും. അപ്പോൾ ഈ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ ഒന്നുമില്ല. ജസ്റ്റ് മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സ്, ആൽഗെ, സൂ പ്ലാങ്ക്ടണും അതുപോലെ തന്നെ പ്രൈമർലി ക്രുസ്റ്റേഷ്യൻസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക, ആനിമൽസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവരുടെ ലോക്കോമെട്രി പവർ എന്താണ്? ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കൺട്രോൾഡ് ലാർജ്ലി ബൈ കറൻസ് ഇൻ ദി അക്വാട്ടിക് എക്കോസിസ്റ്റം. അതുപോലെ തന്നെ മോസ്റ്റ് ഫൈറ്റോ പ്ലാങ്ക്ടൻസും സൂ പ്ലാങ്ക്ടൻസും ആർ കേപ്പബിൾ ആണ് അറ്റ്ലീസ്റ്റ് സം മൂവ്മെൻറ്റിന്. ഓക്കെ, ഇനി നെക്ടോൺ ആണ് പറയുന്നത്. നെക്ടോണിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്നത് സ്വിമ്മേഴ്സ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആനിമൽസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ലാർജ് ആൻഡ് പവർഫുൾ ആണ്. ആസ് ദേ ഹാവ് ടു ഓവർകം ദ വാട്ടർ കറൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് വാട്ടർ കറൻസിനെ ഓവർകം ചെയ്യാൻ കഴിയും. ദ ആനിമൽസ് റേഞ്ച് ഇൻ സൈസ് ഫ്രം ദ സ്വിമ്മിങ് ഇൻസെക്ട്സ് വിച്ച് മേ ബി ഓൺലി അബൌട്ട് 2 mm ലോങ് ടു ദ ലാർജസ്റ്റ് അനിമൽ ദാറ്റ് ഹാവ് ലിവ്ഡ് ഓൺ എർത്ത്, നെയിംലി ദ ബ്ലൂ വെയിൽ. അപ്പോൾ സ്വിം ചെയ്യുന്ന 2 mm മാത്രമല്ല, ഇൻസെക്റ്റ് മുതൽ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ എനിമലായിട്ടുള്ള ബ്ലൂ വെയിൽ വരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതിലാണ്? നെക്ടോൺ എന്ന ഈ ഒരു കാറ്റഗറിയിലാണ്. പിന്നെയോ ബെന്തോസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണുള്ളത്, അല്ലെങ്കിൽ ഗ്രൂപ്പാണുള്ളത്. അതിൽ ദ ബെന്തോസ് ഓർ ദ ബെന്തിക് ഓർഗാനിസം ആർ ദോസ് ഫൗണ്ട് ലിവിങ് ഇൻ ഓർ ഓൺ ദ ബോട്ടം ഓർ ബെന്തിക് റീജിയൻ ഓഫ് വാട്ടർ മാസ്. വാട്ടർ മാസിൻ്റെ ബെന്തിക് റീജിയനിൽ അല്ലെങ്കിൽ ബോട്ടത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസിൻ്റെ ഗ്രൂപ്പാണ് ബെന്തോസ് എന്ന് പറയുന്നത്. ദേ എക്സിബിറ്റ് എ വെറൈറ്റി ഓഫ് അഡാപ്ഷൻസ് ടു ദ എൻവിറോൺമെൻറ്റ് സിൻസ് ദ ബോട്ടം ഈസ് എ മോർ heterogeneous habitat than either the open water or the surface. Benthos include crabs, lobsters and sponges. ഇവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ തന്നെയാണ്. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഇവരുടെ ബോട്ടം മോർ ഹെറ്ററോജീനിയസ് ആണ് ഇവരുടെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുന്നത് ക്രാബ്, ലോബസ്റ്റർ, അതുപോലെ സ്പോഞ്ചസ്. ഓക്കെ, അപ്പോൾ എന്താണ് അക്വാട്ടിക് ഓർഗാനിസംസിൽ മെയിനായിട്ട് വരുന്നത് ഈ 5 ഗ്രൂപ്പുകളാണ്. 5 ഗ്രൂപ്പുകളിൽ ഏതൊക്കെയാണെന്ന് അറിയാം. പിന്നെ പറയുന്നത് ജസ്റ്റ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റമാണ്. ഈ ഒരു ബാച്ച് ഫോളോ ചെയ്ത് നോക്കിയേ. ഇവയിലൊക്കെ ഒരു ഡെഫിനിഷനായിട്ട് വരികയാണ് നെക്ടോൺ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനായിട്ടാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് വൺ അതിൽ വരുന്നത് ഏതാണ്? ഓർഗാനിസം അസോസിയേറ്റഡ് വിത്ത് ദ സർഫസ് ഫിലിം ഓഫ് വാട്ടർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓർഗാനിസം അസോസിയേറ്റഡ് വിത്ത് ദ സർഫസ് ഫിലിം ഓഫ് വാട്ടർ. എന്നിട്ട് ഓപ്ഷൻസ് ആയിട്ട് ഈ കോളം എയിൽ തന്നിട്ടുള്ളവ മൊത്തമായിട്ട് തന്നിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക? നെക്സ്റ്റോൺ ആണ്. ഫസ്റ്റ് വൺ നെക്സ്റ്റോൺ ആണ് ആൻസർ വരിക അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ, നെക്ടോൺ ആണ്. നെക്ടോണിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നെക്ടോണിൽ വരിക animals, aquatic animals that swim strongly and are able to overcome water currents. വാട്ടർ കറൻസിനെ ഓവർകം ചെയ്തിട്ട് സ്വിം ചെയ്യാൻ കഴിയുന്ന ആനിമൽസ് ആണ് നെക്ടോൺ എന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി ബെന്തോസ് ആണ്. ബെന്തോസ് എന്ന് പറയുമ്പോൾ അത് ഇതിലാണ് വരുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിച്ച് ആർ ഫോൺ ലിവിങ് ഇൻ ഓൺ
or on the bottom of an aquatic ecosystem. Plankton ആണെങ്കിലോ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓഫ് മൈന്യൂട്ട് സൈസ്. ഇവയിൽ എന്താണ്, പ്ലാങ്ക്ടണിൽ എന്താണ്, ചെറിയ മൈന്യൂട്ട് സൈസായുള്ള ഓർഗാനിസംസ് ആണ്. അവയ്ക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനൊന്നും കഴിയില്ല. അവരെന്ത് ചെയ്യും, ഈ വാട്ടർ കറൻസിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനത്തെ ഗ്രൂപ്പാണ് പ്ലാങ്ക്ടണിൻ്റെ ഗ്രൂപ്പ്. ഇനി പെരിഫൈറ്റോൺ ആണ്, പ്ലാന്റ്സ് ഓർ ആനിമൽസ് ദാറ്റ് ക്ലിങ് ടു റൂട്ടഡ് വാട്ടർ പ്ലാന്റ്സ് എബോവ് ദ ബോട്ടം മഡ്. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ ഈ കോളം ബിയിലുള്ള ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് ഈ കോളം എയിലുള്ളതൊക്കെ ഒന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് ചൂസ് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ്ങിന് പകരമായിട്ട് MCQ ടൈപ്പിൽ പഠിക്കുക. ഓക്കെ, ഇനി ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം ഡിപ്പെൻഡ് ഓൺ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം. For large quantities of organic and inorganic matter which are constantly added into them by the communities growing on nearby land. അപ്പം ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിനെയാണ്. അതിൻ്റെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്ററൊക്കെ ഈ ഒരു ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന ഈ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ്, ഗ്രോ ചെയ്യുന്ന കമ്മ്യൂണിറ്റീസിനെയൊക്കെ എന്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലാൻഡിക്, അല്ലെങ്കിൽ എന്താണ്, സ്റ്റാൻഡിങ് ഓർ ബേസിൻ സീരീസ് എക്കോസിസ്റ്റം എന്ന് പറയും. ലാൻഡിക് എന്ന് പറഞ്ഞാൽ ഫ്രം ലാൻഡിസ് ഓർ കാം. എക്സാമ്പിൾ വരുന്നത് എന്താണ്, ലേക്സ്, പൂള്, പോണ്ട്, മാർഷസ്, സ്വാംസ്, ഇതൊക്കെയാണ് ലാൻഡിക്കിന് എക്സാമ്പിൾ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ലോറ്റിക് എന്നാണ്. അപ്പോൾ ഫ്രം ലോട്ടസ്, വാഷ്ഡ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓർ റണ്ണിങ് ഓർ ചാനൽ സീരീസ് ഇക്കോസിസ്റ്റം. എക്സാമ്പിൾസ് വരുന്നത് റിവർ, സ്ട്രീംസ്, സ്പ്രിങ്. ഓക്കെ, ലേക്സിൽ എന്താണ്, ലേക്സിൽ ആർ ഇൻലാൻഡ് ഡിപ്രഷൻസ് കണ്ടെയ്നിങ് സ്റ്റാൻഡിങ് വാട്ടർ. ലേക്സിൽ സ്റ്റാൻഡിങ് വാട്ടറാണ്. അതുപോലെ തന്നെ അവരുടെ ഏരിയ ഡെപ്തൊക്കെ ഓരോ ലേക്സിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലേക്സിന് എന്താണ്, പക്ഷേ ലേക്സിന് പറ്റ സ്റ്റാറ്റിക്കാന്ന് പറയാൻ പറ്റില്ല. നോട്ട് ടോട്ടലി സ്റ്റാറ്റിക് ആണ് വാട്ടർ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബൗണ്ടറീസിലൊക്കെ അത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദേ ഡു ലാക്ക് ദ കൺസ്റ്റൻറ്റ് ലീനിയർ ഓർ ടെർബുലൻറ്റ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ റിവർ. റിവറിൻ്റെ പോലെയുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ലേക്കിന് ഇല്ല. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ പറയുന്നത് ലാൻഡിക് ഇക്കോസിസ്റ്റം ഇൻക്ലൂഡ് ആൾ ദോസ് സിസ്റ്റം വിച്ച് ഹാവ് എ സ്റ്റാറ്റിക് ബോഡി ഓഫ് വാട്ടർ. സ്റ്റാറ്റിക് ബോഡി ഓഫ് വാട്ടർ ഉള്ളവയാണ് ലാൻഡിക് ഇക്കോസിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലേക്സ്, ഇമ്പൗണ്ട്മെൻറ്റ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ആർ ആൾ ലാൻഡിക് ഇക്കോസിസ്റ്റം. അപ്പോൾ ലാൻഡിക് ഇക്കോസിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവ ഏതൊക്കെയാണ്? ലേക്സ്, ഇമ്പൗണ്ട്മെൻറ്റ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ ലേക്സ് എന്ന് പറയുന്നത് എന്താണ്, 20,000 ഇയേഴ്സ് എഗോ മുന്നേ ജിയോളജിക്കൽ ചേഞ്ചസ് കാരണം കൊണ്ടുണ്ടാകുന്നവയാണ് ലേക്സ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് ഫ്യൂ ലേക്സ് ഉണ്ട്. എന്താണ്, റഷ്യയിലുള്ള ബൈക്കൽ ലേക്ക്, അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള ടാൻഗാനിയാനിറ്റിയ ലേക്ക്, ഇവയൊക്കെ 20 മില്യൺ ഇയേഴ്സ് എഗോ ഒറിജിനേറ്റ് ചെയ്ത ലേക്കുകളാണ്. ഇനി പറയുന്നത് ലോക്ടെക് ലേക്ക് എന്ന് പറയുന്നൊരു ലേക്കിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഒരു കേസ് സ്റ്റഡി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ലോക്ടെക് ലേക്ക് എന്ന് പറയുന്ന ലേക്ക് ഇംഫാൽ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണിപ്പൂർ സ്റ്റേറ്റിലുള്ള ഇംഫാൽ സിറ്റിയിലാണ് കേട്ടോ. 38 കിലോമീറ്റർ സൗത്ത്. അതുപോലെ തന്നെ ഈ ഒരു ലേക്ക് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് 286 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ മെയിൻ വാട്ടർ ബോഡി ഓഫ് ദി ലേക്ക് ഈസ് സറൗണ്ടഡ് ബൈ ഷാലോ വാട്ടർ വിച്ച് സ്റ്റാഗ്നൻസ് ഓവർ എ മാസ് സ്വാം ലാൻഡ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുംദീസ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഐലൻഡ്. ഓക്കെ, അതിൽ ദീസ് ആർ ഹെട്രോജീനിയസ് മാസസ് ഓഫ് സോയിൽ, വെജിറ്റേഷൻ ആൻഡ് ഓർഗാനിക് മാറ്റർ വിച്ച് ഓക്കുപൈ in all sizes from a few centimeter to about 2.5 meter. അപ്പോൾ അവിടെ എന്താ ഒരു വെജിറ്റേഷൻ ഉണ്ട്, ഹെട്രോജീനിയസ് മാസസ് ഓഫ് സോയിൽ വെജിറ്റേഷൻ ഉണ്ട്, ഓർഗാനിക് മാറ്റർ ഉണ്ട്, അതിൻ്റെയും വെജിറ്റേഷൻ അവിടെ ഉണ്ട്. അതൊരു ചെറിയ സെൻറ്റിമീറ്റർ തൊട്ട് 2.5 മീറ്റർ വരെയുള്ള വലുപ്പമുള്ള ആ ഒരു വെജിറ്റേഷനാണ് ഉള്ളത്. അതുപോലെ തന്നെ 2/3 ഓഫ് ദ സർഫേസ് ഓഫ് ഏരിയ ഓഫ് ദ ലേക്ക് ഈസ് കവേർഡ് ബൈ ദിസ് വെജിറ്റേഷൻ. അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, അതിലുള്ള ഹൈസിന്ത്, വാട്ടർ ഹൈസിന്ത്, അതുപോലെ പാർഷ്യലി ഡീകമ്പോസ്ഡ് റൂട്ട്സ്, റൈസോംസ് ഒക്കെയാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത്. ലാർജസ്റ്റ് സിംഗിൾ മാസ് ഓഫ് ഫുംദിസ് ഒക്കുമൈ ഏരിയ ഓഫ് 40 സ്ക്വയർ കിലോമീറ്റർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് കൈബുൾ ലാംജോ നാഷണൽ പാർക്ക്. ഈ ഒരു ഏരിയയിലുള്ളതാണ് കൈബുൾ ലാംജോ നാഷണൽ പാർക്ക്. അപ്പോൾ ഫുംദിസ് ഒക്കുപ്പൈ ചെയ്യുന്നത് 40 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഒരു നാഷണൽ പാർക്കിന് ചുറ്റുമായിട്ട്.
അതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ലോക്ടെക് ലേക്ക് വിത്ത് ഫുംദിസ്. മലകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരുപാട് നദികൾ ഈ ലേക്കിൽ വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 നദികളാണ് ഇംഫാൽ, ഐറിൽ, തൗബാൽ, സെക്മേ, കുവ, ഇങ്ങനത്തെ 5 നദികൾ. ഇവയൊക്കെ ഈ ലേക്കിൽ വന്ന് ചേരുന്നുണ്ട്. റിവേഴ്സ് വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലേക്കിലെ വാട്ടർ ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഇറിഗേഷൻ പർപ്പസിന്, വാട്ടർ സപ്ലൈക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ലാർജ് പോപ്പുലേഷൻ തന്നെ ഈ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുണ്ട്. ലേക്കിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്തിട്ടും ഫിഷസിനെ ഹണ്ട് ചെയ്തിട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേബിൾ ഫുഡ് ഓഫ് മണിപ്പൂർ ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ലോക്ടെക് ലേക്ക്. ഓക്കെ, ദ ലേക്ക് ഈസ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഈ നാഷണൽ പാർക്കിൽ സദേൺ പാർട്ട് ഓഫ് ദ ലേക്കിൽ ഉള്ള കൈബുൾ ലാംജോ നാഷണൽ പാർക്കിലാണ് ആനിമൽ ലൈഫും ഉണ്ട്. അതാണ് മണിപ്പൂർ അതിപ്പോൾ അറ്റ്ലാന്റ് ഡിയർ എന്നൊക്കെ പറയുന്ന എക്സാമ്പിളൊക്കെ പറഞ്ഞു തന്നത് ആ ഒരു നാഷണൽ പാർക്കിലുള്ള ആനിമൽസാണ്. ഇനി പറയുന്നത് ഫിഷസിനെ റിവറൈൻ ഫിഷസിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ചുരുക്കി അത്രത്തന്നെ ഉള്ളൂ. ഇത് സപ്പോർട്ട്സ് എ സിഗ്നിഫിക്കൻറ്റ് പോപ്പുലേഷൻ ഓഫ് മൈഗ്രേറ്ററി ആൻഡ് റെസിഡൻറ്റ് വാട്ടർ ഫ്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ലോക്ടെക് ലേക്ക്. ഇതിൽ നിന്ന് MCQ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാനുള്ളത്. ഒന്നും കാണാതെ പഠിക്കാനില്ല. എന്തൊക്കെയാണ് എന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ ഏതായാലും ഈ ഒരു MCQ വീഡിയോ ചെയ്യും, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാലും മതി. ഓക്കെ, ഇനി ഇമ്പൗണ്ട്മെൻറ്റ്സ് ആണ്. They may be called off-stem or on-stem depending on how these have been created. On-stem reservoirs, these are located in upland areas and are formed by damming a stretch of river or stream in a suitable river valley. വീഡിയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെ കുട്ടികളിങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത്. ഫാമിലി ഉള്ളതുകൊണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ നിങ്ങളിങ്ങനെ മെസ്സേജ് ഒരുപാട് കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് വീഡിയോ ഇടുമോ, നെക്സ്റ്റ് ചാപ്റ്റർ ഇടുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ ക്ലാരിറ്റിയോ ക്ലിയർ ഒന്നും നോക്കാത്തതിന് ഞാൻ ഇങ്ങനെ വേഗം ചെയ്ത് വിടുന്നത് കേട്ടോ. ഞാനിത് തുടങ്ങുമ്പോൾ കരുതിയത് ആഴ്ചയിൽ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് അത് നല്ല വൃത്തിക്ക് ചെയ്യുക, നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ മോർ വീഡിയോസ് എന്നൊക്കെ വരുമ്പോൾ മെസ്സേജസ് വരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഒരാൾക്കൊരു ഉപകാരം കിട്ടുകയാണെങ്കിൽ അത് എത്രത്തോളം സന്തോഷമല്ലേ. അതുകൊണ്ടാണ് അതൊന്നും നോക്കാതെ നോട്ട്സൊന്നും കംപ്ലീറ്റ് ആക്കാനൊന്നും കഴിയാതെ തന്നെ ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് പോകുന്നത്. ഒരുപാട് ആൾക്കാർ നല്ല കമൻസ് അയക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇമ്പോർട്ട്മെൻറ്റ്സ് എന്താണെന്ന് പറയാം. ഇമ്പോർട്ട്മെൻറ്റ്സ് എന്നവ എത്ര തടാകങ്ങളെ സൃഷ്ടിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ഇവയെ ഓഫ് സ്റ്റെം എന്നും ഓൺ സ്റ്റെം എന്നൊക്കെ പറയുന്നത്. ഓൺ സ്റ്റെം റിസർവോയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അനുയോജ്യമായ നദീതടത്തിൽ നിന്ന് ഒരു നദിയെയോ അതുപോലെ അരുവിയെയോ ഒക്കെ ഡാം ചെയ്താണ് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ ഇത്തരം ഇംപെൻമെൻറ്റുകൾ മാത്രമേ കാണാനാകൂ. ഓൺ സ്റ്റെം റിസർവേഴ്സ് മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഓഫ് സ്റ്റെം റിസർവർ ആർ ബിൽറ്റ് ഇൻ ലോ ലാൻഡ് ഏരിയാസ് ബൈ പമ്പിങ് വാട്ടർ സം ഡിസ്റ്റൻസസ് ഫ്രം എ റിവർ ഓർ ഫ്രം എൻ അണ്ടർഗ്രൗണ്ട് സോഴ്സ്. എന്താണ് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത്? ഒരു നദിയിൽ നിന്നോ അല്ലെങ്കിൽ ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്നോ കുറച്ച് ദൂരം വെള്ളം പമ്പ് ചെയ്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ ജലാശയങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇമ്പോർട്ട്മെൻറ്റ്സിലുള്ളത്. ഓൺ സ്റ്റെം റിസർവോയർ ഓർക്കുക, ഓഫ് സ്റ്റെം റിസർവോയർ ഓർക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് വെറ്റ്ലാൻഡ് ആണ്. വെറ്റ്ലാൻഡ് ആണ്. വെറ്റ്ലാൻഡ്സ് ആർ പെർമനൻ്റ്ലി ഓർ പീരിയോഡിക്കലി വാട്ടർ കവേർഡ് ഏരിയ. വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടോ പീരിയോഡിക്കലായിട്ടോ വാട്ടർ കവേർഡ് ഏരിയ ആണ്. വെള്ളത്തിൽ മുങ്ങിയതോ അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയതൊക്കെ ആകാം ഈ ഒരു വെറ്റ്ലാൻഡ്. ഓക്കെ, അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ടോ പെർമനൻ്റ്ലി ആയിട്ടോ 6 മീറ്റർ താഴ്ച വേണം ഇത്. അതിൽ തന്നെ ഫ്രഷ് വാട്ടർ ആയിരിക്കും, ബ്രാക്കിഷ് വാട്ടർ ആയിരിക്കും, സലൈൻ വാട്ടർ, ഏത് വാട്ടറും ആയിക്കോട്ടെ 6 മീറ്റർ താഴ്ച വേണം വെറ്റ്ലാൻഡിന്. നാച്ചുറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാവുന്നതുമാണ്.
ഓക്കെ, ഇനി പറയുന്നത് വെറ്റ്ലാൻഡ് 2 തരം കാറ്റഗറീസ് ഉണ്ട്. 2 കാറ്റഗറീസ് ഉണ്ട്. ഇൻലാൻഡ് വെറ്റ്ലാൻഡും കോസ്റ്റൽ വെറ്റ്ലാൻഡും ആണ്. ഇൻലാൻഡ് വെറ്റ്ലാൻഡിൽ എക്സാമ്പിൾസ് ബോക്സ് സ്വാംസ് ആണ്. ഇൻലാൻഡ് വെറ്റ്ലാൻഡ് ഒക്കർ വെൻ ഇൻലാൻഡ് ഈസ് സറൗണ്ടഡ് ബൈ ലാൻഡ് ആൻഡ് കണ്ടെയ്ൻ ഫ്രഷ് വാട്ടർ. ഇൻലാൻഡിനാൽ ചുറ്റപ്പെട്ടതും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറും ആയിരിക്കും. കോസ്റ്റൽ വെറ്റ്ലാൻഡ് എങ്ങനെയാണ്? നിയർ ദ കോസ്റ്റ്, കടൽ തീരത്തിന് അടുത്തുള്ളതായിരിക്കും കോസ്റ്റൽ വെറ്റ്ലാൻഡ്. അതിൽ സെലൈൻ വാട്ടറോ ബ്രാക്കിഷ് വാട്ടറോ ആയിരിക്കും. എക്സാമ്പിൾ വരുന്നത് മാൻഗ്രോവ് സ്വാംസും മാൻഗ്രോവ് ഫോറസ്റ്റുമാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും മതി നമുക്ക് ഈ ഒരു വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.